പ്രേസ് ലോർഡ് നാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖവും ശുഭമായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പലരും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പലരും ശാപവാക്കുകൾ പറയും. ഹല്ലേലൂയ, നെഗറ്റീവായ വാക്കുകൾ പറയും. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവത്തിലാണെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാ സ്വഭാവം എങ്ങനെയായിരിക്കണം? യേശുവിനെ പോലെ ആയിരിക്കണം. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഹല്ലേലൂയ ആയിത്തീരുവാൻ ശ്രമിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ശാപവാക്കുകൾ, ദൈവഹിതമില്ലാത്ത വാക്കുകൾ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് വേദപുസ്തക അടിസ്ഥാനം നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുകയാണ്, ഇപ്പോഴോ നിങ്ങൾ കോപം, ക്രോധം, ഈർഷ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുഭാഷണം ഇവയൊക്കെയും വിട്ടുകളയുവിൻ. അപ്പോൾ ഒരു ദൈവത്തിൽ ചെയ്യേണ്ട കാര്യം, ജീവിതത്തിൽ ക്രോധം പാടില്ല, ഈർഷ പാടില്ല, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുഭാഷണം, ദൈവഹിതമല്ലാത്ത ഒരു വാക്കും നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ലെന്നാണ് ദൈവവചനം പറയുന്നത്. സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനവയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പം ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ, നിങ്ങളെ ഓരോരുത്തരെയും കേൾക്കുന്ന ഹല്ലേലൂയ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ബന്ധത്തിൽ, നിങ്ങളുടെ സഭയിൽ, ദേശത്ത്, ജോലി മണ്ഡലങ്ങളിലൊക്കെയും പരമാവധി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മറ്റൊരു വ്യക്തിക്ക് ആത്മീയ വർധന വരുത്തുന്നതായിരിക്കണം. ആ വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിരിക്കരുത്. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വേദന ആകരുത്. ആ വ്യക്തിക്ക് ഹല്ലേലൂയ നിരാശ വരുത്തുന്നതായിരിക്കരുത്. പലപ്പോഴും നമ്മൾ കൊല ചെയ്യുക, ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുമ്പോൾ അത് കൊലപാതകം എന്ന് പറയുന്ന വാക്കുകൊണ്ട് പോലും മനുഷ്യരെ വേദനിപ്പിക്കാൻ, ഒരു മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമായ ഹല്ലേലൂയ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന അനേകർ ലോകത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ ഇതിനൊക്കെയും ഹല്ലേലൂയ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്, ഒരു ന്യായവിധിയുണ്ട്, ഹല്ലേലൂയ ജഡ്ജിമെൻ്റ് ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അന്ന് നമ്മളെല്ലാവരും ആ ജഡ്ജിമെൻറ്റിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് CC ക്യാമറയെ പറ്റി എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഹല്ലേലൂയ ഇവിടെയുള്ള നാട്ടിലുള്ളവർക്ക് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഊടാടിക്കൊണ്ട് സഞ്ചരിക്കുന്ന കർത്താവിൻ്റെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നതൊന്നുമല്ല നമ്മുടെ വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ചിന്തകൾ പോലും ദൈവം അറിയുന്നെങ്കിൽ ഹല്ലേലൂയ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് പറയേണ്ടി വരും. എന്നാൽ തെറ്റാണ് മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചാൽ കർത്താവ് അത് ക്ഷമിക്കുക. എന്നാൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്യണം? ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ആത്മീയ വർധനവ് വരുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ അശുദ്ധി വരുത്തുന്ന വായ്ക്കകത്ത് ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറത്തു വരുന്നത് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ അത് ഹല്ലേലൂയ ദൈവഹിതമല്ലാത്തതെങ്കിൽ ഹല്ലേലൂയ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, അങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. നിങ്ങളുടെ വായിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന വായാണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് നെഗറ്റിവിറ്റി, ശാപവാക്കുകൾ, മറ്റുള്ളവരെ ദൂഷിക്കുന്നത്, ദൈവഹിതമല്ലാത്ത വാക്കുകൾ ഒന്നും പുറത്തു വരാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ഹല്ലേലൂയ. കളിവാക്ക്, പൊട്ടച്ചല്, ചീത്ത ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ദൈവ ഹൃദയത്തിൽ ദൈവവചനമായിരിക്കുന്നെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹമായിരിക്കുന്നെങ്കിൽ, ദൈവിക സ്നേഹത്തിൽ സംസാരിപ്പാൻ നമുക്ക് കഴിയും. എന്നാൽ ദുഷ്ടതയിൽ നിന്ന് ഹല്ലേലൂയ നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വരാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ഹല്ലേലൂയ ദൈവിക ഹല്ലേലൂയ വചനങ്ങളാൽ നിറയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ 1 തിമോത്തിയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. നമ്മളെ നോക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ മാതൃകയായിരിക്കാൻ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ്, നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ദോഷമായതിൽ നിന്ന് ദോഷം പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ പ്രസ്താവിക്കുന്നു. അപ്പം ദുഷ്ടൻ്റെ ഹൃദയത്തിൽ എന്ത് ദുഷ്ടതയുണ്ട്. അപ്പം അവൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്ന ദുഷ്ടതയായിരിക്കും. ഒരു ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദൈവിക കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ സ്നേഹത്തിൻ്റെയും ഹല്ലേലൂയ മറ്റുള്ളവർ കരുണ കാണിക്കുന്ന വാക്കുകൾ പുറത്തു വരുവാൻ ഇടയായിത്തീരും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
6-ാം വാക്യത്തിൽ പറയുന്നു, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ ഓരോ വ്യക്തികളോടും എല്ലാവരും പല രീതിയിൽ ഹാലലി ജനിച്ചു വളർന്നവരാണ്. പലവരുടെയും പല സാഹചര്യങ്ങളാണ്. ഹാലലി പലരുടെയും ശാരീരിക അവസ്ഥകൾ, മാനസികാവസ്ഥ വ്യത്യാസമാണ്. എല്ലാവരോടും എങ്ങനെ സംസാരിക്കണം, അത് ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കാൻ, കൃപയോടുകൂടി ആയിരിക്കാൻ എപ്പോഴും ഒരു ദൈവപൈതൽ ശ്രമിക്കണം. ഹാലലിയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ് 19 ഹാലലിയ സ്തോത്രം 14 പറയുന്നു, എൻ്റെ പാറയെ എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദം. എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, എൻ്റെ ഹൃദയത്തിലെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആർക്ക് പ്രസാദകരമായിരിക്കണം? ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. സദൃശ്യവാക്യങ്ങൾ 21-23 പറയുന്നു, വായും നാവും സൂക്ഷിക്കുന്നവൻ തന്നെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വായെ നാം സൂക്ഷിക്കണം. ഹാലലിയ. അതിനെ സൂക്ഷിക്കുന്നവനെ എന്ത് ചെയ്യും? നാവിനെയും വായെ സൂക്ഷിക്കുന്നവൻ അവനെ തന്നെ കഷ്ടതയിൽ നിന്ന് ഹാലലിയ സൂക്ഷിപ്പാൻ കഴിയും. ഹാലലിയ. 2 തിമോത്തിയോസ് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭക്തിവിരുദ്ധമായ വ്രതാലപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആ വകക്കാർക്ക് അഭക്തി അധികം ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് തർക്കിക്കുവാനോ മത്സരിക്കുവാനോ നാം പോകേണ്ടതില്ല. സ്തോത്രം. ഹാലലിയ. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ പറയുന്നു, നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടൻ ഹാലലിയ സ്തോത്രം ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അപ്പം നല്ല മനുഷ്യൻ്റെ വായിൽ നിന്ന് എന്ത് വരും? നല്ലത് വരും. തീയ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരും ചീത്ത കരമേ വരത്തുള്ളൂ. ഒരു മനുഷ്യൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അവൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന്. സ്തോത്രം. ഹാലലിയ. മത്തായിയുടെ സുവിശേഷം 12-36 പറയുന്നു, എന്നാൽ മനുഷ്യർ ഹാലലിയ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. നമ്മൾ പറയുന്ന ഏതൊരു വാക്കിനും ഹാലലിയ ന്യായവിസ്താരമുണ്ട്. അതിനകത്ത് നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഹാലലിയ. മത്തായിയുടെ സുവിശേഷം 12-36 വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ ഹാലലിയ എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയാണ് നമ്മളോട് വായിച്ചത്. ഹാലലിയ സ്തോത്രം. അപ്പോൾ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ ശാപവാക്കുകൾ ഹാലലിയ ദാവീദ് ഹാലലിയ തൻ്റെ മകൻ്റെ മുൻപിൽ ഓടിപ്പോയി പോകുമ്പോൾ ഷിമോയ് അവിടെ ശാപവാക്ക് പറയുന്നു. അപ്പോൾ ദാവീദ് തിരിച്ചൊന്നും പറഞ്ഞില്ല. ഈ ദിവസം ദൈവമക്കളെ അനാവശ്യമായി നമ്മളെ ശാപവാക്ക് പറയുന്നവരെ, നമ്മളെ പറ്റി നെഗറ്റീവായി പറയുന്നവരെ ഹാലലിയ നമ്മുടെ ജീവിതത്തെ നോക്കി ഹാലലിയ കൊള്ളത്തില്ല അല്ലെങ്കിൽ നല്ലതല്ലെന്ന് പറയുന്ന പലരും നമ്മുടെ ചുറ്റുപാടുകളുണ്ട്. അവരെ ആരെയും നോക്കി ഹാലലിയ നമുക്ക് തർക്കിക്കാനോ അവരോട് ഹാലലിയ മറുത്ത ആൻസർ പറയാനോ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഹാലലിയ. അത് ക്ഷമിക്കുവാനും സഹിക്കുവാനും ദൈവം നമുക്ക് കൃപ തരട്ടെ. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലും അവനെ ഹാലലിയ സ്തോത്രം ഹാലലിയ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഹാലലിയ നിന്നെ തന്നെ വിടുവിക്കുവാൻ. എന്നാൽ ദൈവം അവിടെ മിണ്ടാതിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ ശപിക്കുവാൻ ഹല്ലേലൂയ ബലിയാമും ബാരാക്കും ഹല്ലേലൂയ സ്തോത്രം അവിടെ ഹാലലി ശാപവാക്കുകൾ പറയണമെന്ന് ചിന്തിച്ചു. എന്നാൽ ദൈവം അവരുടെ ശാപവാക്കിനെ അനുഗ്രഹമാക്കി. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലലിയ നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ വായ് മറ്റുള്ളവർക്കൊരു ആശ്വാസമായി തീരട്ടെ. നമ്മുടെ വായ് ഹാലലിയ സ്തോത്രം അനുഗ്രഹമായി തീരട്ടെ. മറ്റുള്ളവരെ വേദനിക്കുന്ന അല്ലെങ്കിൽ ദൈവനാമത്തിൻ്റെ നാമത്തെ ദൂഷിക്കുവാൻ തക്കവണ്ണം പറയുന്ന വാക്കായി തീരാതെ ദൈവത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ ശരീര അവയവങ്ങളും ദൈവനാമ മഹത്വത്തിനായി നാം ഉപയോഗിച്ചുവെന്ന് ദൈവത്തിൽ നിന്ന് നല്ല വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം, നമ്മുടെ വായെ ക്രമപ്പെടുത്താം, നമ്മുടെ ഹൃദയത്തെ അതിനായിട്ട് ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.